രണ്ട് സുന്ദരി പുഴുക്കളെ കണ്ടിട്ട് അവയെ ഒന്ന് കാണിച്ചു തരാനാണ് കേട്ടോ ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഇതാ കണ്ടോ, നല്ല ഭംഗിയുള്ള പുഴു. ഇതിനെ സാധാരണയായിട്ട് നമ്മുടെ ഗാർഡനിൽ കാണാറുണ്ടല്ലേ. അപ്പോൾ ഇതാ കണ്ടോ, നമ്മുടെ ലില്ലി ചെടികളുടെ എല്ലാ ഇലകൾ തിന്ന് തീർക്കുന്ന സൂത്രക്കാരിയാണ് ഈ കാണുന്നത്. ഒരു പുഴു എൻ്റെ ലില്ലി ചെടിയിൽ ഇരിക്കുന്നുണ്ട്. ഡിസംബർ ലില്ലിയുടെ കൂമ്പ് തന്നെ തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാ മറ്റേ പുഴു ഒരു പുൽച്ചെടിയുടെ ഇലകൾ തിന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സാധാരണയായിട്ട് കാണുമ്പോൾ ലില്ലി ചെടിയുടെയൊക്കെ ഇലകൾ കാണാതെ ആവുമ്പോൾ നമ്മൾ വിചാരിക്കും വല്ല പക്ഷികളൊക്കെ ആയിരിക്കും കൊത്തി തിന്നിരിക്കുന്നതെന്ന്. പക്ഷെ ഇതാ കണ്ടോ, കൂമ്പ് തന്നെയാണ് തീർന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എൻ്റെ ഡിസംബർ ലില്ലിയാണ്. ഇതിനു മുമ്പുണ്ടായിരുന്ന ഇലകളെല്ലാം തിന്നു തീർത്തിട്ടുണ്ടായിരുന്നു. ഒരു ഇല മാത്രം എന്തുകൊണ്ടോ രക്ഷപ്പെട്ടു. അടുത്ത കൂമ്പ് വന്നപ്പോഴേക്കും അതിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. ഇതൊരു കാറ്റർപില്ലറാണ്. ഇതിന്റെ പേര് ഇന്ത്യൻ ലിലിമോത്ത് കാറ്റർപില്ലർ. അതായത് നമ്മുടെ ലില്ലി ചെടികളിൽ കാണപ്പെടുന്ന ഒരു നിശാശലഭത്തിന്റെ കാറ്റർപില്ലർ. അപ്പോൾ ഈ പുഴു സാധാരണയായിട്ട് ഭക്ഷിക്കുന്നതും ലില്ലി ചെടികളുടെ ഇലകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് പോളിടെല ഗ്ലോറിയോസ എന്നാണ് കേട്ടോ. പലപ്പോഴും ഇലകൾ മുഴുവനായിട്ടും തിന്നു തീർക്കാൻ ഇവയ്ക്ക് കഴിവുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ലില്ലി ചെടിയുടെ ഇലകൾ കാണാതെ ആവുമ്പോൾ നമ്മൾ ഇവരെ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാതായി ഇങ്ങനെ ഒരു പുഴു. അപ്പോൾ ഇതിന് പല അവസ്ഥകളിലൂടെയും കടന്നു കേട്ടോ. ഇത് കാറ്റർപില്ലറാണ്. ഈ കാറ്റർപില്ലർ പ്യൂപ്പയായിട്ട് മാറും കേട്ടോ. ആ ഒരു പ്യൂപ്പ സ്റ്റേജ് നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ സാധാരണയായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ ഇന്നാണ് ഇത് മനസ്സിലാക്കിയത് ഇതാണ്. ഈ കാറ്റർപില്ലറിന്റെ അവസാന ഘട്ടം ഈ ഒരു രൂപത്തിലാണ്. അതിനുശേഷം അത് പ്യൂപ്പയായിട്ട് രൂപാന്തരം പ്രാപിക്കും. ആ പ്യൂപ്പയുടെ ആകൃതി ഇതാണ് കേട്ടോ. ഇതാണ് കാറ്റർപില്ലറിന്റെ പ്യൂപ്പയായിട്ടുള്ള ആ ഒരു അവസ്ഥ. അപ്പോൾ നമ്മൾ സാധാരണയായിട്ടൊന്നും ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഇനി കാണുമ്പോൾ നിങ്ങളെല്ലാം ശ്രദ്ധിച്ചു നോക്കിക്കോളൂ കേട്ടോ. പ്രത്യേകിച്ച് ലില്ലി ചെടി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ശ്രദ്ധിച്ചു നോക്കുക. അവയുടെ ഇലകൾ കാണാതെ ആവുന്നുണ്ടെങ്കിലും ശ്രദ്ധിച്ചു നോക്കിക്കോളൂ കേട്ടോ. ഇതുപോലുള്ള ഒരു സൂത്രക്കാരികളായിരിക്കാം അത് തിന്നു തീർക്കുന്നത്.